ഓർത്തോഗ്രാഫിക് വ്യൂ ഓഫ് ഹെക്സഗണൽ നട്ടാണ് നെക്സ്റ്റ് വരക്കാനുള്ളത്. അപ്പോൾ ഓർത്തോഗ്രാഫിക് വ്യൂ ഓഫ് ഹെക്സഗണൽ നട്ട് നമ്മളിവിടെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡിലാണ് വരക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ മേലെയും ടോപ്പ് വ്യൂ താഴെയും സൈഡ് വ്യൂ അതിൻ്റെ സൈഡിലായിട്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ ദ ഓർത്തോഗ്രാഫിക് വ്യൂ ഓഫ് എ ഹെക്സഗണൽ നട്ട് ഓഫ് ഡയമീറ്റർ ഡി ഈസ് ഈക്വൽ ടു 20 മില്ലിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെക്സഗണൽ നട്ട് വരക്കുന്നതിൻ്റെ ആദ്യം ഇതിൻ്റെ കുറച്ച് ഡയമെൻഷൻസ് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ ഡയമെൻഷൻ ഹൈറ്റ് ഓർ തിക്നെസ് ഓഫ് നട്ട്. നട്ടിന്റെ തിക്നെസ് ടി എന്ന് വെച്ചാൽ ഡയമീറ്റർ ഡി തന്നെയാണ്. അപ്പോൾ 20 മില്ലിമീറ്റർ തന്നെയാണ് ഇവിടെ തിക്നെസ് വരുന്നത്. ഡിസ്റ്റൻസ് അക്രോസ് ഡയഗണലി ഓപ്പോസിറ്റ് കോർണർ. നട്ട് ഹെക്സഗണൽ നട്ടാണ്. ഹെക്സഗണൽ നട്ടിന്റെ ഡയഗണലി ഓപ്പോസിറ്റ് കോർണർ തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 2D ആണ്. ഡി 20 ആണെങ്കിൽ അത് 40 ആയിരിക്കും. ആംഗിൾ ഓഫ് ചാംഫർ 30 ഡിഗ്രിയും റേഡിയസ് ഓഫ് ചാംഫർ ആർക്ക് ആർ ഇസിക്കൽ ടു 1.5D ആണ്. അപ്പൊ ഇത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു ചിത്രം വരക്കുമ്പോൾ വിശദമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് നേരെ വരക്കുന്നതിലേക്ക് പോവാം. അത് തന്നെ ഞാനൊരു ഡ്രോയിങ് ഷീറ്റ് എടുത്തിരിക്കുകയാണ്. ഇവിടെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്, നിങ്ങൾ ഏത് ഷീറ്റ് വേണമെങ്കിൽ എടുക്കുക. A4 ഷീറ്റാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. A4 ഷീറ്റിൽ കൃത്യമായിട്ട് മാർജിനുകൾ വരക്കുക. അപ്പോൾ ഈ മാർജിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള വ്യൂസ് മുഴുവൻ വരക്കുന്നത്. ഇനി മാർജിൻ വരച്ചതിന് ശേഷം ഇതിനെ 4 ഈക്വൽ പാർട്സ് ആക്കി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഷീറ്റിനെ ഞാൻ 4 ഈക്വൽ പാർട്സ് ആക്കി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലൈനും പാരലൽ ആയിരിക്കണം. അതേപോലെ തന്നെ ഈ ഹൊറിസോണ്ടൽ ലൈനും മാർജിന്റെ ഹൊറിസോണ്ടൽ ലൈനുകളും പാരലൽ ആയിരിക്കണം. എന്നാലാണ് നമുക്ക് കൃത്യമായിട്ട് വരക്കാൻ പറ്റുള്ളൂ. വെർട്ടിക്കൽ ലൈനുകൾ പാരലൽ ആയിരിക്കണം, ഹൊറിസോണ്ടൽ ലൈനുകൾ പാരലൽ ആയിരിക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ 4 കള്ളികൾ. ഈ 4 കള്ളിയിലാണ് നമ്മളെ 3 വ്യൂകൾ വരക്കാനുള്ളത്. ഇത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ നേരെ താഴെ ആയിരിക്കണം ടോപ്പ് വ്യൂ. അങ്ങനെയാണെങ്കിൽ ഇത് വരിക ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ്. റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് വരുന്നത്. ഇനി നേരെ തിരിച്ചാണ് വരക്കുന്നതെങ്കിൽ ഇവിടെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ ആണെങ്കിൽ റൈറ്റ് സൈഡ് വ്യൂ ഇവിടെ വരും. ഇതാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡ്. നമ്മൾ ആദ്യം തന്നെ ടോപ്പ് വ്യൂ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടോപ്പ് വ്യൂ വരക്കാൻ വേണ്ടിയിട്ട് ഒരു വെർട്ടിക്കൽ സെൻട്രൽ ലൈനും ഒരു ഹൊറിസോണ്ടൽ സെൻട്രൽ ലൈനാണ് വരക്കേണ്ടത്. ഈ ഒരു പോർഷനിലാണ് നമ്മൾ ടോപ്പ് വ്യൂ വരക്കുന്നത്. അപ്പോൾ ഏകദേശം ഇതിന്റെ ഒരു സെൻട്രലായിട്ട് തന്നെ നമുക്ക് സെൻട്രൽ ലൈൻ വരക്കാം. ഈ ഒരു സൈഡിന്റെ സെൻട്രലായിട്ട് ഈ വെർട്ടിക്കൽ സെൻട്രൽ ലൈനും ഈ ഒരു സൈഡിന്റെ സെൻട്രലായിട്ട് ഹൊറിസോണ്ടൽ സെൻട്രൽ ലൈനും വരച്ചിരിക്കാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ടോപ്പ് വ്യൂ വരക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ചെയ്യേണ്ടത്, ടോപ്പ് വ്യൂ വരക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഹെക്സഗൺ ആണ് വരക്കേണ്ടത്. ടോപ്പിൽ നിന്ന് നോക്കിയാൽ ഹെക്സഗൺ ആണ് കാണുക, ഹെക്സഗൺ നട്ടിന്റെ. അപ്പോൾ ആ ഹെക്സഗൺ വരക്കാൻ വേണ്ടി ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സർക്കിൾ മെത്തേഡാണ്. സർക്കിൾ ഉപയോഗിച്ചിട്ടാണ് ഹെക്സഗൺ വരക്കുന്നത്. അപ്പോൾ ഡയമീറ്റർ ഇവിടെ 20 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഡയമീറ്റർ 20 ആയതുകൊണ്ട് തന്നെ റേഡിയസ് 20 വരുന്ന രീതിയിൽ കോമ്പസ് എടുക്കുക. കോമ്പസിൽ 20 മില്ലിമീറ്റർ അല്ലെങ്കിൽ 2 സെന്റിമീറ്റർ റേഡിയസ് വരുന്ന രീതിയിൽ കോമ്പസ് എടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ഈ വെർട്ടിക്കൽ സെൻട്രൽ ലൈനും ഹൊറിസോണ്ടൽ സെൻട്രൽ ലൈനും കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ കോമ്പസ് വെക്കുന്നു. ഒരു ഫുൾ സർക്കിൾ വരച്ചെടുക്കുക. ഹെക്സഗൺ വരക്കാൻ വേണ്ടിയുള്ള മെത്തേഡാണ്. ഹെക്സഗൺ വരക്കാൻ വേണ്ടി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. ഇപ്പോൾ ഡയമീറ്റർ 20, അതിൻ്റെ ഡബിൾ ഡയമീറ്റർ വരുന്ന രീതിയിൽ ഒരു സർക്കിൾ വരക്കണമായിരുന്നു. 20 ഡയമീറ്റർ അത് റേഡിയസ് ആക്കി എടുത്താൽ. അപ്പോൾ റേഡിയസ് ആക്കി എടുത്തിട്ട് നമ്മളൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സെയിം റേഡിയസ് തന്നെ കോമ്പസിൽ നമ്മളിപ്പോൾ സർക്കിൾ വരച്ച അതേ അളവ് തന്നെ, അതിനൊരു മാറ്റമില്ല. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഹൊറിസോണ്ടൽ സെൻട്രൽ ലൈനും ഇപ്പൊ വരച്ചിരിക്കുന്ന ഈ ഒരു സർക്കിളും കൂടി മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിൽ കോമ്പസ് വെക്കുക. എന്നിട്ട് ഈ ഒരു സർക്കിളിലേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യാം. അതേ പരിപാടി നേരെ താഴേക്ക് ആർക്ക് കട്ട് ചെയ്യാം. സെയിം പരിപാടി തന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഹൊറിസോണ്ടൽ സെൻട്രൽ ലൈനും സർക്കിളും കൂടി മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റിൽ കോമ്പസ് വെക്കുന്നു. ഇനി ബാക്കിയുള്ള 2 സൈഡിലും കൂടി ഓരോരോ ആർക്കുകൾ കട്ട് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പോയിന്റുകളൊക്കെ ജോയിൻ ചെയ്തുകൊണ്ട് ലൈൻ വരച്ചാം. അപ്പോൾ ഇതിന് വരച്ചു കഴിഞ്ഞാൽ ഹെക്സഗൺ അവിടെ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടോപ്പ് വ്യൂ എന്ന് പറയുന്ന സാധനം. ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ആയിട്ടില്ല, ബാക്കി കൂടി വരയ്ക്കാനുണ്ട്. ഓക്കെ, ഇത്രയും വരച്ചു. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഹെക്സഗണൽ നട്ടിന്റെ സെന്ററിൽ ഒരു സർക്കുലർ ഹോളാണ്, ത്രെഡഡ് ഹോളാണ് ഉണ്ടാവുക. അപ്പോൾ ആ സർക്കിൾ ഇവിടെ ടോപ്പ് വ്യൂവിൽ കാണിക്കാനുണ്ട്. അതെന്ന് വെച്ചാൽ ഇന്റേണൽ ത്രെഡ് ഉള്ള ഭാഗമാണ്. ഇന്റേണൽ ത്രെഡ് ഒരു കൺവെൻഷനിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പുറമേയുള്ള സർക്കിൾ 3/4 സർക്കിൾ ആയിരിക്കും, ഉള്ളിലുള്ള സർക്കിൾ ഫുൾ സർക്കിൾ ആയിരിക്കും. പുറമേയുള്ള സർക്കിൾ ആയിരിക്കും നമ്മുടെ ഈ പിച്ച് ഡയമീറ്റർ എന്ന് പറയുന്ന സാധനം. അതാണ് 20 മില്ലിമീറ്റർ ആണ്. അപ്പം നമുക്ക് പുറമേയുള്ള സർക്കിൾ 3/4 സർക്കിൾ ആയതുകൊണ്ട് അത് നമുക്ക് രണ്ടാമത് വരക്കാം. ആദ്യം നമുക്ക് ഉള്ളിലെ സർക്കിൾ വരക്കാം. ഉള്ളിലെ സർക്കിൾ
ഡയമീറ്ററിന് ഒരു 2 മില്ലിമീറ്റർ വിട്ടിട്ടാണ് വരക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയമീറ്റർ ഇവിടെ 20ആണ്. അപ്പോൾ നമ്മൾ റേഡിയസ് അപ്പോൾ 10ആണ് എടുക്കേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് ഒരു 2 മില്ലിമീറ്റർ വിട്ടിട്ടാണ് ഇവിടെ ഞാനൊരു 2 മില്ലിമീറ്റർ, നമ്മൾ 9 മില്ലിമീറ്റർ 8 മില്ലിമീറ്ററോ കോമ്പസിൽ റേഡിയസ് എടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ നേരത്തെ ആ സെൻറ്റർ ഉണ്ടല്ലോ, സെൻട്രൽ ലൈനുകൾ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ കോമ്പസ് വെക്കുക, ഒരു ഫുൾ സർക്കിൾ വരച്ചെടുക്കുക. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് വീണ്ടും കോമ്പസ് എടുക്കുക. കോമ്പസിൽ 10 മില്ലിമീറ്റർ അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ റേഡിയസ് വരുന്ന രീതിയിൽ ഒരു 3/4 സർക്കിൾ വരക്കുക. മുക്കാൽ സർക്കിൾ, ഫുൾ സർക്കിൾ വേണ്ട, ഇത്രയും വേണ്ടുള്ളൂ. ഇത് ഇന്റേണൽ ത്രെഡ് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കൺവെൻഷനാണ്. അപ്പോൾ ഇത്രയും വരച്ചെടുക്കാം. ഇനി ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ കോമ്പസ് എടുക്കുക. കോമ്പസ് നമ്മുടെ സെൻട്രൽ ലൈനുകൾ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ സെൻറ്റർ ആക്കി വെക്കുക. അതിനുശേഷം ഇവിടെ മുകളിലത്തെ ഈ ഒരു ഹൊറിസോണ്ടൽ സർഫേസ് ഉണ്ട്, ഹെക്സഗണിന്റെ ഹൊറിസോണ്ടൽ സർഫേസ് ഉണ്ട്. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ സർഫേസും ഈ ഒരു സെൻട്രൽ പോയിന്റും കൂടി ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ റേഡിയസ് ആക്കി എടുക്കുക. ഇതിൽ കാണുന്ന പോലെ കോമ്പസ് സെറ്റ് ചെയ്താൽ മതി. കോമ്പസിന്റെ സെൻറ്റർ ഇവിടെയും പെൻസിലിന്റെ പോയിന്റ് ഈ ഒരു ലൈന് ടച്ച് ചെയ്യുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് ഒരു ഫുൾ സർക്കിൾ വരക്കുക. ഓക്കെ, ഇനി ഈ പുറമേയുള്ള സർക്കിൾ അത് നമ്മൾ ആ ഹെക്സഗൺ വരയ്ക്കാൻ വേണ്ടി മാത്രം വരച്ചൊരു സർക്കിളാണ്. അത് നമുക്ക് ഇനി ആവശ്യമില്ല, അത് മായ്ച്ചു കളയണം. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ ടോപ്പ് വ്യൂ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് വ്യൂ ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ട് വ്യൂ വരക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമുക്ക് പ്രൊജക്ടേഴ്സ് മേലോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മളൊരു സ്കെയിൽ എടുക്കുക. ഈ വെർട്ടിക്കൽ സെൻട്രൽ ലൈനിന് പാരലൽ ആയിട്ടാണ് പ്രൊജക്ടേഴ്സ് പ്രൊജക്റ്റ് ചെയ്യേണ്ടത്. പ്രൊജക്ടേഴ്സ് പ്രൊജക്റ്റ് ചെയ്യേണ്ട പോയിന്റുകൾ ഈ ഒന്നാമത്തെ പോയിന്റ് ഇത്, രണ്ടാമത്തെ പോയിന്റ് ഇത്, മൂന്നാമത്തെ ഇവിടെയുള്ള പോയിന്റ്, നാലാമത്തെ പോയിന്റ്, ഈ 4 പോയിന്റുകളിൽ നിന്നാണ് പ്രൊജക്ടേഴ്സ് നമുക്ക് മേലോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യേണ്ടത്. കാരണം ഫ്രണ്ട് വ്യൂ ഈ ഒരു പോർഷനിലാണ് വരാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ മേലോട്ടേക്ക് പ്രൊജക്ടേഴ്സ് പ്രൊജക്റ്റ് ചെയ്യണം. അപ്പോൾ ഈ വെർട്ടിക്കൽ സെൻട്രൽ ലൈനിന് പാരലായിട്ട് നമ്മൾ ഈ ഓരോരോ പോയിന്റുകളിൽ നിന്നും സ്കെയിലും പെൻസിൽ ഉപയോഗിച്ചിട്ട് മുകളിലോട്ടേക്ക് ലൈൻസ് വരും. അപ്പോൾ ഈ ലൈന് നീല കളറിലാണ് വരച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് കണ്ടിന്യൂസ് തിൻ ലൈൻസ് ആണ്. ഇതൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ മായ്ച്ചു കളഞ്ഞ ലൈനാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ ഫെയിൻ്റ് ആയ ലൈനുകളായിരിക്കണം വരക്കേണ്ടത്. ഇല്ലെങ്കിലും ഈ നമ്മുടെ ചിത്രം വൃത്തികേടാവും. അപ്പോൾ കുറച്ചുകൂടി വൃത്തിയിൽ വരക്കണമെങ്കിൽ ഈ ലൈനുകളൊക്കെ കണ്ടിന്യൂസ് തിൻ ലൈൻസ് തന്നെ വരക്കുക. പിന്നെ ഔട്ട് ലൈനുകൾ എപ്പോഴും കണ്ടിന്യൂസ് തിക്ക് ലൈൻസ് തന്നെ വരക്കാൻ വേണ്ടി ശ്രമിക്കും. ഇനി ബാക്കിയുള്ള 3 പോയിന്റുകളിൽ നിന്നും കൂടി ഇതേപോലെ പ്രൊജക്ടേഴ്സ് മേലോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി ചെയ്യേണ്ടത് നമ്മളെ ഫ്രണ്ട് വ്യൂ എവിടെയാണോ വരക്കേണ്ടിയിരിക്കുന്നത്, ഫ്രണ്ട് വ്യൂ എവിടെയാണ് വരേണ്ടതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ, ഈ ഒരു ലൈനിന് പാരലായിട്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഇവിടെ വരക്കുമ്പോൾ ഫ്രണ്ട് വ്യൂവിൻ്റെ ഏറ്റവും അടിഭാഗം കൂടിയാണ് വരിക. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ അടിയിൽ നമുക്ക് ഫ്രണ്ട് വ്യൂ എന്ന് എഴുതാനും പിന്നെ അവിടെ ഡയമെൻഷൻ ചെയ്യാനൊക്കെ ഉള്ളൊരു സ്ഥലം ഉണ്ടായിരിക്കണം. അതിന് കണക്കായിട്ടുള്ളൊരു സ്ഥലം വിട്ടിട്ട് വേണം നിങ്ങളിവിടെ ഈ ഒരു ലൈൻ വരക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ നട്ടിൻ്റെ തിക്നെസ് ഡയമീറ്ററിന് ഈക്വൽ ആണ്. നമ്മൾ നേരത്തെ ആ ടേബിളിൽ കണ്ടിട്ടുണ്ട്, T=D ആണ്. അപ്പോൾ 20 മില്ലിമീറ്റർ തന്നെ ആണ് തിക്നെസ് വരുന്നത്. അപ്പോൾ 20 മില്ലിമീറ്റർ വിട്ടിട്ട് ഈ ഒരു ലൈനിന് 20 മില്ലിമീറ്റർ വിട്ടിട്ട് ഇവിടെ മുകളിൽ ഒരു ലൈൻ വരക്കാം. അപ്പോൾ അതാണ് ഇവിടെ ഇപ്പോൾ വരച്ചിരിക്കുന്നത്. 20 മില്ലിമീറ്റർ വിട്ടതിന് ശേഷം 2 സെന്റിമീറ്റർ വിട്ടതിന് ശേഷം മുകളിൽ ഒരു ലൈൻ വരച്ചിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫ്രണ്ട് വ്യൂയുടെ ഒരു സ്ട്രക്ചർ എന്ന് വെച്ചാൽ. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് റേഡിയസ് ഓഫ് ചാംഫർ ആർക്ക്. റേഡിയസ് ഓഫ് ചാംഫർ ആർക്ക് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ R=1.5 × D ആണ്. ഇവിടെ 1.5 × 20 30 മില്ലിമീറ്റർ ആണ് നമ്മുടെ റേഡിയസ് ഓഫ് ചാംഫർ ആർക്ക്. ഇത് കോമ്പസിൽ നമ്മൾ 30 മില്ലിമീറ്റർ അല്ലെങ്കിൽ 3 സെന്റിമീറ്റർ കോമ്പസിൽ സെറ്റ് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ പെൻസിലാണ് ആദ്യം കുത്തേണ്ടത്. പെൻസിൽ നമ്മൾ ഈ വെർട്ടിക്കൽ സെൻട്രൽ ലൈനും ഈ മുകളിലത്തെ ഈ ലൈനും ടച്ച് ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് പെൻസിലിന്റെ മുന ആദ്യം കുത്തുക. നെക്സ്റ്റ് കോമ്പസിന്റെ പോയിന്റ് ഈ സെൻട്രൽ ലൈനിലാണ് കുത്തേണ്ടത്. അപ്പോൾ ഈ ഒരു റേഡിയസ് തന്നെ 3 സെന്റിമീറ്റർ റേഡിയസിൽ പെൻസിൽ ആദ്യം കുത്തുക. നെക്സ്റ്റ് അതിന് ശേഷം കോമ്പസിന്റെ പോയിന്റ് സെൻട്രൽ ലൈനിൽ കുത്തുക. എന്നിട്ട് ഇവിടെ സെൻട്രൽ നിന്ന് ഉറപ്പിച്ച് വെക്കുക. അതിനുശേഷം ഒരു ആർക്ക് കട്ട് ചെയ്യുക. 2 സൈഡിലേക്കായിട്ട് ആർക്ക് കട്ട് ചെയ്യുക. ആർക്ക് ഈ ലൈനിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഇതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ആർക്ക് ഇവിടെയുള്ള ഈ 2 ലൈനുകൾ ഇടയിലാണ് ഈ ആർക്ക് ഉള്ളത്.
അപ്പോൾ ഈ ആർക്കിന്റെ ഈ രണ്ടറ്റങ്ങൾ ടച്ച് ചെയ്യുന്ന രീതിയിൽ സ്കെയിൽ ഇതുപോലെ വെക്കുക. രണ്ടറ്റങ്ങൾ കറക്റ്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ വെക്കണം. എന്നാലാണ് ഈ ഒരു ലൈനിന് പാരലായിട്ടാണ് ഇവിടെ ലൈൻ കണ്ടത്. അപ്പോൾ ഈ രണ്ട് അറ്റങ്ങൾ കറക്റ്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ സ്കെയിൽ വെച്ച് കഴിഞ്ഞാലാണ് ഇവിടെ നമുക്ക് പാരൽ ലൈൻ വരക്കാൻ പറ്റും. അപ്പോൾ ഈ രണ്ടറ്റങ്ങൾ ടച്ച് ചെയ്യുന്ന രീതിയിൽ സ്കെയിൽ വെക്കുക. അതിനുശേഷം പെൻസിൽ ഉപയോഗിച്ചിട്ട് ഒരു ലൈൻ വരക്കാം. ഇതും കണ്ടിന്യൂസ് തിൻ ലൈനാണ്. നീല കളറിൽ വരക്കുന്നതൊക്കെ മയക്കാനുള്ള ലൈനുകളാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ കണ്ടിന്യൂസ് തിൻ ലൈൻസിൽ വരച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പോർഷനും ഈ ഒരു പോർഷനാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഭാഗത്തിന്റെ പകുതിയിലൂടെ ഒരു ലൈൻ വരക്കണം. ഈ ഒരു ഭാഗത്തിന്റെ അളവ് എത്രയാണെന്ന് വെച്ചാൽ എടുക്കുക, അതിന്റെ പകുതിയിലൂടെ ഒരു ലൈൻ വരക്കാം. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ഒരു 3 പോയിന്റുകളാണ് ഞാനിവിടെ മാർക്ക് ചെയ്തത്. ഈ 3 പോയിന്റുകൾ ടച്ച് ചെയ്യുന്ന രീതിയിലാണ് നമുക്കൊരു ആർക്ക് വരക്കേണ്ടത്. ഈ 3 പോയിന്റുകൾ ടച്ച് ചെയ്യുന്ന രീതിയിൽ ആർക്ക് വരക്കണം. ഒന്നാമത്തെ പോയിന്റ് ഇത്, രണ്ടാമത്തെ പോയിന്റ് ഇത്, മൂന്നാമത്തെ പോയിന്റ്. ഈ 3 പോയിന്റും ടച്ച് ചെയ്യുന്ന രീതിയിൽ ആർക്ക് വരക്കണം. ആർക്കിന്റെ സെന്റർ ഈ ലൈനിൽ ആണ് ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ അതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കോമ്പസ് എടുക്കുക. കോമ്പസ് ഈ ഒരു ലൈനിൽ എവിടെയെങ്കിലും കുത്തുക. അതിനുശേഷം റേഡിയസ് അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾ റേഡിയസ് കൂട്ടുകയോ കുറക്കുകയോ ചെയ്തിട്ട് ഈ 3 പോയിന്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ ആർക്കുകൾ വരക്കുക. ആദ്യം തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. ആദ്യം വരക്കുമ്പോൾ ചിലപ്പോൾ ഇതിന്റെ താഴോട്ടേക്കൊക്കെ പോകും. അപ്പോൾ നമ്മൾ വീണ്ടും സെന്ററും റേഡിയസും അഡ്ജസ്റ്റ് ചെയ്തിട്ട് സെന്റർ കുറച്ച് അങ്ങോട്ട് നീക്കുക, റേഡിയസ് കുറച്ച് ഇങ്ങോട്ട് ഇൻക്രീസ് ഡിക്രീസോ ചെയ്തിട്ട് ഈ 3 പോയിന്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ തന്നെ ഒരു ആർക്ക് വരക്കാം. ഈ 3 പോയിന്റ് കൃത്യമായി ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം ആർക്ക് വരക്കാം. സെയിം പ്രോസസ് തന്നെ അപ്പുറത്തെ സൈഡും ആർക്ക് വരക്കാം. അതേപോലെ തന്നെ 3 പോയിന്റുകൾ ഇതിന്റെ സെന്റർ എടുക്കുക, 3 പോയിന്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ ആർക്ക് വരക്കാം. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പ്രൊട്രാക്ടർ എടുക്കുക. പ്രൊട്രാക്ടർ ഈ ഒരു പോയിന്റിൽ എന്ന് വെച്ചാൽ ഈ ആർക്ക് എൻഡ് ചെയ്യുന്ന പോയിന്റ്, നമ്മൾ ഇപ്പം ആദ്യം വരച്ചിരിക്കുന്ന ഈ ലൈനും ഈ ആർക്കും കൂടി എൻഡ് ചെയ്യുന്ന ഇവിടെയുള്ള ഈ ഒരു പോയിന്റിലാണ് പ്രൊട്രാക്ടർ വെച്ചിരിക്കുന്നത്. എന്നിട്ട് 30 ഡിഗ്രി മാർക്ക് ചെയ്യുക, 30 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഇനി മാർക്ക് ചെയ്ത ലൈനിലേക്ക് സ്കെയിൽ വെക്കുക. സ്കെയില് മാർക്ക് ചെയ്ത ലൈനിലേക്ക് വെക്കുക. എന്നിട്ട് നമുക്കിവിടെ 30 ഡിഗ്രിയിൽ ഒരു ലൈൻ വരക്കാണ് ആവശ്യം. 30 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഈ ഒരു പോയിന്റും ഈ ഒരു മാർക്ക് ചെയ്ത പോയിന്റും കൂടി സെയിം ലൈനിൽ വരുന്ന രീതിയിൽ സ്കെയിൽ വെക്കാം. അതിനുശേഷം ഒരു ലൈൻ വരക്കാം. ലൈൻ എന്ന് വെച്ചാൽ ഇത്രയേ പാടുള്ളൂ, ഈ ഒരു അറ്റം വരെ ലൈന് വേണ്ടുള്ളൂ. അപ്പോൾ ഈ ഇത്ര ഭാഗത്തിലേക്ക് 30 ഡിഗ്രീൻ്റെ ഒരു ലൈനാണ് ഇവിടെ വരക്കേണ്ടത്. സെയിം പരിപാടി ഇപ്പുറത്തെ സൈഡിൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് 30 ഡിഗ്രീൻ്റെ ഒരു ലൈൻ അവിടെയും വരക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ലൈനിന്റെ പുറത്തായിട്ട് ആർക്കിന്റെ ബാക്കി ഭാഗങ്ങൾ ബൾജ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ അതൊക്കെ മായ്ച്ചാലേ ഈ ആർക്കിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഈ ലൈനിന്റെ അപ്പുറത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മായ്ച്ചാലേ, രണ്ട് സൈഡിലും മായ്ച്ചാലേ. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ പോയിന്റും ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു ലൈന് വരക്കലാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇവിടെയുള്ള ഈ ലൈനും ഇത്രയും ലൈനുകൾ കംപ്ലീറ്റ് ചെയ്തൊക്കെ നമ്മളെ എക്സ്റ്റേണൽ നെറ്റിന്റെ ഫ്രണ്ട് വ്യൂവിന്റെ ഔട്ട്ലൈനുകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ നല്ല ഡാർക്ക് ആയിട്ട് കണ്ടിന്യൂസ് തിക്ക് ലൈനിൽ തന്നെയാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഈ കണ്ടിന്യൂസ് തിൻ ലൈനുകൾ, നമുക്ക് ആവശ്യമില്ലാത്ത കണ്ടിന്യൂസ് തിൻ ലൈനുകളൊക്കെ ഞാൻ മായ്ച്ചു കളയാണ് ചെയ്യുന്നത്. നമ്മുടെ വ്യൂവിൽ ആവശ്യമില്ല, അതുകൊണ്ട് അതൊക്കെ ഞാൻ മായ്ച്ചു കളഞ്ഞു. ഫ്രണ്ട് വ്യൂ എന്ന പേര് കൊടുക്കാം. ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ആവുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഈ ഒരു സർക്കുലർ ഹോളും കൂടി ഇവിടെ കാണിക്കണം. സർക്കുലർ ഹോളാണ്, അതുകൊണ്ട് തന്നെ ഈ ഫ്രണ്ട് വ്യൂവിൽ ഹിഡൻ ലൈനായിട്ടായിരിക്കും വരിക. അപ്പോൾ ഈ രണ്ട് ലൈനുകളും ഈ രണ്ട് ഹോളിൻ്റെ ഈ ഒരു ഇന്റേണൽ ത്രെഡ് ഉള്ളത് കൊണ്ട് തന്നെ രണ്ട് ലൈനായിട്ടാണ് കാണിക്കുന്നത്. ഒന്നാമത്തെ ലൈൻ എന്ന് വെച്ചാൽ ഇതാണ്, അതിന്റെ ഡയമീറ്റർ ഇത് തന്നെയാണ്. അത് ഈ ഒരു ലൈനായിട്ട് വരും. ഈ ഒരു സർക്കിളിന്റെ ഫ്രണ്ട് വ്യൂവിലേക്കുള്ള വ്യൂ എന്ന് പറയുന്ന ഈ ലൈനും ആയിരിക്കും. നമുക്ക് ഇതിന്റെ ഉള്ളിലുള്ള ഈ ഒരു സർക്കിളിന്റെ ഫ്രണ്ട് വ്യൂ ആണ് പ്രൊജക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ സ്കെയിൽ എടുക്കുക. സ്കെയിൽ വീണ്ടും വെർട്ടിക്കൽ സെൻട്രൽ ലൈനിന് പാരലായിട്ട് സെറ്റ് ചെയ്യുക. ഇനി സ്കെയിൽ ഇവിടെ ഈ ഒരു പോയിന്റിലേക്ക് എത്തുന്ന രീതിയിലേക്ക് വെർട്ടിക്കൽ സെൻട്രൽ ലൈനിന് പാരലായിട്ട് ഇങ്ങോട്ടേക്ക് സ്കെയിൽ കൊണ്ടുവരാം. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഫ്രണ്ട് വ്യൂവിലേക്ക് ഈ ലൈന് പ്രൊജക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അത് ഡോട്ടഡ് ലൈനിലാണ് വരക്കേണ്ടത്, കാരണം അത് ഒരു ഹിഡൻ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ്. ഉള്ളിലുള്ള ആ ഒരു ത്രെഡഡ് ഹോൾ എന്ന് വെച്ചാൽ ടോപ്പ് വ്യൂവിലാണ് നമ്മൾ കാണുക, ഫ്രണ്ട് വ്യൂവിൽ അതൊരു ഹിഡൻ ആയിരിക്കും. സെയിം പരിപാടി തന്നെ അപ്പുറത്തെ സൈഡിൽ ഡോട്ടഡ് ലൈൻ വരക്കാം.
അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് വ്യൂ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് വരയ്ക്കാനുള്ളത് ഇവിടെയാണ് വരയ്ക്കാനുള്ളത്. ഇവിടെ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ്, ഫ്രണ്ട് വ്യൂവിന്റെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് വരയ്ക്കുന്നത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ. അപ്പോൾ ഓക്കെ, അത് വരയ്ക്കാൻ വേണ്ടി ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടോപ്പ് വ്യൂവിലെ ഈ ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ടല്ലോ, ഈ ഹൊറിസോണ്ടൽ ലൈനിൽ സ്കെയിൽ വെക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ലൈന് വരയ്ക്കാണ് ചെയ്യേണ്ടത്. ഈ ഹൊറിസോണ്ടൽ ലൈന് പാരലായിട്ട് ലൈന് വരക്കണം. ഈ ലൈന് വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഈ ഒരു ഭാഗത്ത് ലെഫ്റ്റ് സൈഡ് വ്യൂയുടെ അറ്റം എവിടെയാണോ എത്തി നിൽക്കേണ്ടത്, അറ്റം എവിടെയാണോ വേണ്ടത് അത്രയും ദൂരത്തിലേക്കാണ് ഈ ലൈന് വരക്കേണ്ടത്. ഈ ലൈനിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഈ ലൈനിന്റെ ഈ ഒരു നേരെയുള്ള ഈ ഒരു ഭാഗത്തായിരിക്കും നമ്മളെ ലെഫ്റ്റ് സൈഡ് വ്യൂവിന്റെ എഡ്ജ്, ഏറ്റവും റൈറ്റ് എഡ്ജ് ഉണ്ടാവുക. അപ്പൊ അതിന് കണക്കായിട്ടുള്ള ഒരു ഡിസ്റ്റൻസിലാണ് നമ്മൾ ഈ ലൈന് വരച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ ലൈനിന്റെ ഈ അറ്റത്തായിട്ട് പ്രൊട്രാക്ടർ വെക്കുക. 45 ഡിഗ്രിയിൽ ഒരു ലൈന് വരക്കുക. 45 ഡിഗ്രി ലൈൻ വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഈ പോയിന്റിൽ ഇതേപോലെ തന്നെ ഈ ലൈന് പാരലായിട്ട് പ്രൊജക്ടേഴ്സ് പ്രൊജക്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് സ്കെയിൽ ഉപയോഗിക്കാം. സ്കെയിൽ നമ്മുടെ ഇവിടെയുള്ള വെർട്ടിക്കൽ മാർജിൻ ഉണ്ടല്ലോ, ഇവിടുത്തെ ഈ ഒരു പോർഷന്റെ പാർട്ടീഷൻ ചെയ്യുന്ന വെർട്ടിക്കൽ ലൈൻ, ഈ ലൈന് പാരലായിട്ട് ഈ പോയിന്റിൽ മുകളിലോട്ടേക്ക് പ്രൊജക്ടേഴ്സ് പ്രൊജക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ലൈന് പാരലാക്കിയിട്ട് സ്കെയിൽ മൂവ് ചെയ്യാം. സെറ്റ് സ്ക്വയറും സ്കെയിലും ഉപയോഗിച്ചിട്ട് സ്കെയിൽ മൂവ് ചെയ്യാം. ഇനി ഈ പോയിന്റിൽ നിന്ന് മുകളിലോട്ടേക്ക് ലൈന് വരക്കാം. സെയിം പരിപാടി തന്നെ പാരലായിട്ട് അടുത്ത രണ്ടാമത്തെ പോയിന്റിൽ നിന്ന് മുകളിലോട്ടേക്കും ലൈന് പ്രൊജക്ട് ചെയ്യാം. ഇതേ പരിപാടി മൂന്നാമത്തെ പോയിന്റിൽ നിന്ന് ലൈന് പ്രൊജക്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് നമുക്ക് ഇവിടുന്ന് ലൈനാണ് പ്രൊജക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സ്കെയിൽ എടുക്കുക. സ്കെയിൽ ഇതുപോലെ ഫ്രണ്ട് വ്യൂവിന്റെ ഏറ്റവും അടിയത്തെ ലൈനിൽ കറക്റ്റ് ആക്കി സ്കെയിൽ വെക്കുക. പെൻസിൽ ഉപയോഗിച്ചിട്ട് ഒരു ലൈൻ അങ്ങോട്ടേക്ക് പ്രൊജക്ട് ചെയ്യാം. ഇനി എൻ്റെ നേരെ മുകളിലത്തെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ ലൈൻ പ്രൊജക്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ലൈൻ പ്രൊജക്ട് ചെയ്യണം. ഈ ലൈന് പാരലായിട്ടാണ് പ്രൊജക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്കെയില് ഇവിടെ ഈ ആർക്കിന്റെ രണ്ടറ്റങ്ങൾ എൻഡ് ചെയ്യുന്ന പോയിന്റിൽ സ്കെയിൽ വെക്കുക. സ്കെയിൽ ഇതുപോലെ തന്നെ ടച്ച് ചെയ്യും. നേരത്തെ നമ്മൾ ഇവിടെ ഒരു ലൈന് വരച്ചില്ലേ, അതേ പരിപാടി തന്നെ ഈ ആർക്കുകൾ രണ്ടറ്റങ്ങൾ ടച്ച് ചെയ്യുന്ന രീതിയിൽ സ്കെയിൽ വെക്കുക. ഇനി ഇവിടുന്ന് നമുക്ക് ലൈൻ ഇങ്ങോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യണം. വീണ്ടും ഒരു ലൈൻ അങ്ങോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് വ്യൂയുടെ ഒരു സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഇതാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ മേലെ നിന്നാണ് ബാക്കിയുള്ള കാര്യങ്ങൾ വരക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ബേസ് ഒന്ന് വരച്ചെടുക്കാം. കണ്ടിന്യൂസ് ലൈനിൽ ഇതിന്റെ ബേസ് ഒന്ന് വരച്ച് ഉറപ്പിച്ച് വെക്കാം. ഇനി ബാക്കി ഈ ഒരു ലൈനാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ആ 3 ലൈനുകളൊന്ന് വരച്ച് വെക്കാം. അപ്പോൾ ഇത്രയാണ് വരക്കേണ്ടത്. അപ്പോൾ ഈ വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടം വരെ വരക്കാൻ പാടുള്ളൂ. ബാക്കി നമുക്ക് ആർക്കുകൾ ഇതൊക്കെ വരയ്ക്കാനുള്ളതാണ്. ഇനി നെക്സ്റ്റ് ഇവിടെ ആർക്ക് വരക്കണം. ആർക്ക് വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ ഒരു പോർഷനാണ് ഞാൻ ആദ്യം വരക്കാൻ പോകുന്നത്. ഈ ഒരു പോർഷന്റെ ഈ മേലുള്ള ഈ ഒരു ആർക്കാണ് ഞാൻ ആദ്യം വരക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പോർഷന്റെ സെന്ററിലൂടെ ഒരു ലൈന് വരക്കുക. പകുതി, ഇതിന്റെ അളവെത്രയാണെന്ന് വെച്ചാൽ അതിന്റെ പകുതിയിലൂടെ ഒരു ലൈന്, വെർട്ടിക്കൽ ലൈന് വരക്കാം. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് 3 പോയിന്റുകൾ, നേരത്തെ ചെയ്ത അതേ പരിപാടി തന്നെ. നേരത്തെ നമ്മൾ ഫ്രണ്ട് വ്യൂവിലെ ആ ഒരു ചെറിയൊരു ആർക്ക് വരച്ച ഒരു മെത്തേഡ് ഉണ്ടല്ലോ, അതേപോലെ 3 പോയിന്റുകൾ. ഇവിടെ ഇപ്പോൾ ഈ 3 പോയിന്റുകളാണുള്ളത്. ഈ ഒരു പോയിന്റ്, പിന്നെ ഈ ഒരു സെൻട്രൽ ലൈനിൽ പാസ് ചെയ്യുന്ന ആ ഒരു പോയിന്റ്, പിന്നെ ഈ ഒരു സെൻട്രൽ പോയിന്റ്. ഈ 3 പോയിന്റും ടച്ച് ചെയ്യുന്ന രീതിയിൽ ആർക്ക് വരക്കണം. നമ്മൾ ഈ ഒരു പോർഷൻ വരച്ച അതേ മെത്തേഡ് തന്നെ കോമ്പസും പെൻസിലും എടുക്കുക. ഈ ഒരു ആർക്കിന്റെ സെന്റർ ഈ ഒരു ലൈനിൽ എവിടെയോ ആണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൈനിൽ കോമ്പസ് നമ്മൾ കുത്തുക. എന്നിട്ട് പെൻസിൽ ഈ പോയിന്റുകൾ ഇവിടെ എവിടെയെങ്കിലൊക്കെ മാർക്ക് ചെയ്യാം. അതിനുശേഷം റേഡിയസും സെന്ററും അഡ്ജസ്റ്റ് ചെയ്ത് ഈ 3 പോയിന്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ ആർക്ക് വരക്കാം. എന്ന് പറഞ്ഞാൽ കോമ്പസിന്റെ പോയിന്റ് ഈ ഒരു ലൈനിൽ എവിടെയെങ്കിലും ആയിരിക്കണം. റേഡിയസ് എന്ന് പറഞ്ഞാൽ പെൻസിലിന്റെ പോയിന്റ് ഈ ഒരു പോയിന്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ വെക്കാം. അതിനുശേഷം സെന്ററോ റേഡിയസോ രണ്ടും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഈ 3 പോയിന്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ ആർക്ക് വരക്കാം.
അതല്ലെങ്കിൽ നമ്മളെ കയ്യിൽ പ്രോ സർക്കിൾ ഉണ്ടെങ്കിൽ അങ്ങനെ വരക്കാമല്ലോ. പ്രോ സർക്കിളിൽ ഈ 3 പോയിന്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഏകദേശം വരച്ചു കഴിഞ്ഞാലും കിട്ടും ഈ ഒരു പോയിന്റ്. അപ്പോൾ ആ രീതിയിൽ നമ്മളൊരു ആർക്ക് ഇവിടെ വരക്കുകയാണ് ചെയ്യുന്നത്. അതേ പ്രോസസ് തന്നെ ഈ രണ്ടാമത്തെ ഈ ഒരു കഷ്ണത്തിലും ഇതേപോലെ തന്നെ നമ്മൾ ആർക്ക് വരക്കണം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ലൈനുകളും കൂടി വരക്കണം. ഇതേപോലെ തന്നെ ഇത്രയും ലൈനുകളും കൂടി വരച്ച് കംപ്ലീറ്റ് ചെയ്യണം. ഇത്രയും വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് വ്യൂ അല്ല സൈഡ് വ്യൂയുടെ ഏകദേശം കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഈ നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ആവശ്യമില്ലാത്ത ലൈൻസുകളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. കണ്ടിന്യൂസ് തീം ലൈൻസിൽ വരച്ച എല്ലാ ലൈനുകളും ഞാനിവിടെ മായ്ച്ച് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ലൈനുകൾ നമുക്ക് ആവശ്യമില്ല. ഇനി നെക്സ്റ്റ് വേണ്ടത് നമ്മളിപ്പോൾ ഈ ഫ്രണ്ട് വ്യൂവിൽ ഈ ഒരു ഹോള് ത്രെഡഡ് ഹോള് ഇവിടെ ഡോട്ടഡ് ലൈനിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അത് ഇവിടെ സൈഡ് വ്യൂവിൽ നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള ഈ അളവുകൾ നമുക്കറിയാം. ഇവിടുന്ന് ഇവിടുന്ന് വരെ ടോട്ടൽ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലത്തെ ഡയമീറ്റർ അല്ലെങ്കിൽ പിച്ച് ഡയമീറ്റർ എന്ന് വെച്ചാൽ 20ആണ്. അപ്പോൾ അതാണ് ഈ മുക്കാൽ സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 20 മില്ലിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ഇതാണ് അതിൻ്റെ സെൻറ്റർ ഭാഗം. കാരണം നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത് ഈ ഒരു ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ്. ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന വ്യൂ ആണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം ഈ ഒരു വെർട്ടിക്കൽ സെൻട്രൽ ലൈൻ പാസ് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിലൂടെയാണ്. ഈ ഒരു ഹെക്സഗണിന്റെ ഈ ഒരു പോയിന്റിലൂടെയാണ് വെർട്ടിക്കൽ സെൻട്രൽ ലൈൻ പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പോയിന്റ് ഇതായിരിക്കും. അപ്പോൾ ഇവിടുന്ന് രണ്ട് സൈഡിലേക്കുമാണ് നമുക്ക് ഡോട്ടഡ് ലൈനുകൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഇവിടം വരെ ഉള്ളത് 10ഉം മുകളിലോട്ടേക്ക് 10ഉം ആണ് ഉണ്ടാവുക. അതേപോലെ തന്നെ ഇവിടുന്ന് ഇവിടത്തെ വരെ നമ്മളിപ്പോൾ ഒരു 1 മില്ലിമീറ്ററോ 2 മില്ലിമീറ്ററോ കുറച്ചിട്ടാണ് ഈ ഒരു സർക്കിൾ വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് താഴോട്ടേക്ക് 9ഉം ഇവിടുന്ന് മേലോട്ടേക്ക് 9. ആ രീതിയിലാണ് നമുക്ക് ഡോട്ടഡ് ലൈനുകൾ വരക്കേണ്ടത്. അപ്പോൾ സ്കെയിൽ ഈ ഒരു നടുവിലത്തെ ഈ ലൈനിന് കണക്കാക്കി സ്കെയിൽ വെക്കാം. ഇനി ഇതിന് പാരലായിട്ട് 10 മില്ലിമീറ്റർ അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ വിട്ടുകൊണ്ട് ഒരു ഡോട്ടഡ് ലൈൻ വരക്കുന്നു. ഇനി ബാക്കിയുള്ള 3 ലൈൻ ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യാം. 1 മില്ലിമീറ്ററോ 2 മില്ലിമീറ്ററോ നമ്മൾ ഇവിടെ എത്രയാണോ വിട്ടിരിക്കുന്നത് അതേ ഗ്യാപ്പ് തന്നെ ഇവിടെ വിട്ടതിന് ശേഷം അടുത്ത ലൈന് ഇവിടെ വരക്കുന്നു. അതേപോലെ തന്നെ അപ്പർ സൈഡിൽ ഈ ഒരു ലൈന് 10 മില്ലിമീറ്റർ വിട്ടിട്ടാണ് വരക്കുന്നതെങ്കിൽ ഇത് ഒരു 1 മില്ലിമീറ്ററോ 2 മില്ലിമീറ്ററോ വിട്ടിട്ട് ഡോട്ടഡ് ലൈനുകൾ വരക്കും. അപ്പോൾ ഇത്രയും വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡ് വ്യൂ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഓർത്തോഗ്രാഫിക് വ്യൂ ഓഫ് എക്സ്റ്റേണൽ നെറ്റ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഡയമെൻഷനുകൾ ചെയ്യലാണ്. ഇത് ഡയമീറ്റർ ആണ്. ഇതാണ് ഇതിൻ്റെ പിച്ച് ഡയമീറ്റർ വരുന്നത്. അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വിഡ്ത്ത് അക്രോസ് ഫ്ലാറ്റ്, അത് W ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി വിഡ്ത്ത് അക്രോസ് ഡയഗണലി ഓപ്പോസിറ്റ് കോൺ, അത് 2D ആണ്, അത് ഡയമെൻഷൻ ചെയ്യുക. ഇനി ആംഗിൾ ഓഫ് ചാംഫർ 30 ഡിഗ്രി, അത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ലാസ്റ്റ് തിക്നെസ് എന്ന് വെച്ചാൽ ഡയമീറ്റർ തന്നെയാണ്, അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും കഴിഞ്ഞാൽ ഡയമെൻഷനിങ് എന്നുള്ള പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഇത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡിന്റെ സിമ്പിൾ ഈ 4ാമത്തെ കള്ളിയിലാണ് വരച്ചെടുക്കേണ്ടത്. ഇനി ലാസ്റ്റ് ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ മില്ലിമീറ്റർ എന്നുള്ള ഒരു സെന്റൻസും കൂടി എഴുതി കഴിഞ്ഞാൽ ഓർത്തോഗ്രാഫിക് വ്യൂ ഓഫ് എക്സ്റ്റേണൽ നെറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം.